ദേശീയപാത 766 വാഹനാപകടങ്ങൾ പതിവാകുന്നു. ഇന്ന് മാത്രം 2ലധികം വാഹനാപകടങ്ങളാണ് ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടി മാരുതി സുസുക്കി വാഗണർ കാർ വെള്ളാരക്കുന്ന് ഫലാഹ് പള്ളിക്ക് സമീപം കോട്ടേഴ്സിൽ ഇടിച്ചു കയറി വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് പരിക്കൊന്നും പറ്റാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ സംഭവത്തിന് കുറച്ചു മുമ്പ് വെള്ളാരംകുന്ന് ഗവൺമെന്റ് കോളേജിലേക്ക് തിരിയുന്ന വളവിന് സമീപം ടാറ്റ ടിയാഗോ കാറും KSRTCയും തമ്മിൽ ചെറിയ രീതിയിൽ കൂട്ടിയിടിച്ച് തുടർന്ന് വാക്കുതർക്കവും ഉണ്ടായി. KSRTCയുടെ അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് കാർ ഡ്രൈവർ ആരോപിച്ചു. ചുണ്ട മുതലേ ഉണ്ട് ഇയാൾ പിന്നാലെ. ഇന്ന് കയറി പോകില്ല. എൻ്റെ ഫ്രണ്ടിൽ ലോറിയാണ്. ഞാൻ സൈഡിലേക്ക് ഇറക്കി ഇയാൾ കൊണ്ടുവന്നിട്ട് ഓവർടേക്ക് ചെയ്തപ്പോൾ ഓപ്പോസിറ്റ് വണ്ടി അപ്പോൾ ഇയാൾ എൻ്റെ വണ്ടിയിൽ ഒറ്റ അടുപ്പിക്കുന്നത്. എൻ്റെ വണ്ടി ആ താഴേക്ക് കൂട്ടിലേക്ക് ചാടി അടിച്ചു. എന്നിട്ട് ബാക്കിൽ പോയിട്ട് വരഞ്ഞിരിക്കുന്നത്. കാലവർഷം കനത്തോടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ മേഖലയിൽ പതിവാവുകയാണ്. ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചു വേണം വെള്ളാരംകുന്ന് പമ്പ് മുതൽ ചുണ്ട കുരിശുപള്ളി വരെയുള്ള റോഡിലൂടെ യാത്ര ചെയ്യാം. ഈ പ്രദേശങ്ങളിൽ ആകെ മൊത്തം 7 അധികം വളവുണ്ട്. ഈ റോഡിന്റെ 2 വശവും കാട് കൂടി കിടക്കുന്നുണ്ട്. പെട്ടെന്ന് കയറി കാണൂല. എതിർന്നവർക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയും. പെട്ടെന്നായിരിക്കും ഇങ്ങനെ റോഡും കാണുക. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു ബോർഡോ കാര്യങ്ങളോ വെച്ച് ബന്ധപ്പെട്ട അധികാരികൾ ക്ലിയർ ആക്കേണ്ടതെന്ന് പറയുന്നത്. കാലാവസ്ഥ തണുത്തത് മൂലവും റോഡിന്റെ ഇരുവശങ്ങളിലും കാറ് കയറിക്കൂടുന്നത് മൂലവും ഈ മേഖലയിൽ വാഹനാപകടങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും കൂടി പരിശ്രമിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. എന്നാൽ മാത്രമേ ഈ മേഖലയിൽ കുറച്ചെങ്കിലും അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി കഴിയൂ. നമിത ടി, ന്യൂസ് 1, കൽപ്പറ്റ.